ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നൂലുകെട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ നൂല് കെട്ടുന്ന സമയത്ത് സരികാണെങ്കിൽ വിളിച്ചു പോവാണ്, ആ ഹാപ്പി നൂലുകെട്ട് കൺമണി മോളെ, ഹാപ്പി നൂലുകെട്ട്, എല്ലാവരും കൈകൊട്ട് എന്ന് പറഞ്ഞിട്ട് കൈ കൊട്ടിപ്പിക്കാൻ എല്ലാവരും കൊണ്ടിട്ട് ആ ഒച്ചപ്പാടും ബഹളവും കേട്ട് കിരണും കല്യാണൊക്കെ നെട്ടുവാട്ട്. അതെന്താ അവിടെ കേൾക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഹാപ്പി നൂലുകെട്ടെന്നാ പറയണത്. നൂലുകെട്ടിന് ഇങ്ങനത്തെ പറച്ചിലുണ്ടോ എന്ന് സേനൻ ചോദിക്കുകയാണ്. അവളായോണ്ട് ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും എന്നൊക്കെ കിരൺ പറയാണ്. ഹാപ്പി നൂലുകെട്ട് കൺമണി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സരയു കൈ കൊട്ടുവാണ്. മനുവേട്ട, മോൾക്ക് വേണ്ടി നല്ലൊരു ഉഗ്രം പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പേര് നീ ചെവി വിളിച്ച് പറഞ്ഞാലും എന്ന് പറയാണ്. ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, ഞാൻ കൊച്ചിന് ഗോൾഡ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, അതൊക്കെ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കൊച്ചിന്റെ കഴുത്തിലും കാതിലൊക്കെ ഗോൾഡ് ഇട്ട് കൊടുക്കുകയാണ്. കൊച്ചിന്റെ കഴുത്തിലെ ഗോൾഡ് കാണുമ്പോഴേക്കും മനോഹർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓ, മാല തന്നെ 4 പവൻ കാണുമായിരിക്കും, ഇത് മതി, ഇത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് മാല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ മനോഹറിനെ നോക്കുമ്പോൾ മനോഹർ മാല അതിങ്ങനെ കാണിക്കുവാണ്. ആ സമയത്ത് സരിയു പറയണ്ട്, മനുവേട്ടാ നോക്കി നിൽക്കാണ്ട് മോളുടെ ചെവിയിലെ പേര് വിളിക്കുക എന്ന് പറയാണ്. ശരി, ഞാൻ മോളുടെ ചെവിയിൽ നല്ലൊരു പേരാണ് വിളിക്കാൻ പോണത്. ഞാൻ സരിയു മോളുടെ പോലെ പേര് പറഞ്ഞിട്ടില്ല, എൻ്റെ മനോഹറിന്റെ പേരിന്റെ മായും സരയുവിന്റെ സായും ചേർത്ത് നല്ല അടിപൊളി പേര് എന്ന് പറഞ്ഞിട്ട് വിളിക്ക് മനുവേട്ടാ എന്ന് സരയു പറയാണ്. അങ്ങനെ ഒരു ചെവിയിൽ വെറ്റിലേയും വെച്ച് മറ്റേ ചെവിയിൽ നമ്മുടെ മനോഹർ പേര് പറയാണ്, മാനസ 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 എന്ന്. അയ്യോ, ഉഗ്രം പേര് മനുവേട്ടാ എന്ന് സരയു പറയാണ്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, മാനസ, നിന്റെ പേര് എന്തിനാടാ ആ കുഞ്ഞിന്റെ കൂടെ ചേർത്തത്, എന്റെ മോളുടെ പേരിന്റെ അക്ഷരം മാത്രം ചേർത്താ പോരായിരുന്നോ എന്ന് പറയുമ്പോഴേക്കും എന്തായാലും മായല്ലേ, എപ്പോഴെങ്കിലും മായിച്ചു കളയാലോ എന്ന് ഷാരി പറയാണ്. അപ്പോഴേക്കും സരയു പറയുന്നുണ്ട്, കണ്ടില്ല ആന്റി, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാ, രണ്ടുപേർക്കും സമനില തെറ്റിയിരിക്കുക എന്ന് പറയാണ്. എന്തൊക്കെ പറയാലും കുഞ്ഞിന്റെ നൂല് കെട്ടല്ലേ, ഏട്ടനും എടുത്തി എന്തിനാ ഇങ്ങനെ സന്തോഷമില്ലാതിരിക്കുന്നത്, ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറയണം. പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി, രണ്ടുപേരും വട്ട് മൂത്തിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് വട്ടാണ്, മോൾക്ക് വട്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സരി പറയണ്ട, അതെ നോക്കിക്കൊണ്ടിരിക്കാണ്ടേ അടുക്കളയിൽ കേക്ക് ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് മുമ്പിൽ കൊണ്ടേ വെക്ക് എന്ന് പറയാണ്. രൂപ ചോദിക്കണ്ട, എല്ലാ സരിയും മോളെ എന്തിനാ കേക്കൊക്കെ, കുഞ്ഞിന്റെ നൂലുകെട്ടിന് ആരെങ്കിലും കേക്ക് മുറിക്കോ, പായസവും പഴവും ഒക്കെ അല്ലേ കൊടുക്കാറ്, ഇവിടെ നൂലുകെട്ടിന് കേക്ക് മുറിക്കും ആന്റി, ദേ വരാന്ത കൊണ്ട് വെച്ചേ അമ്മേ എന്ന് പറയാണ്. അങ്ങനെ ഷാരി വലിയൊരു കേക്കായിട്ട് വരാന്തയിലേക്ക് വെക്കുക കേട്ടോ. അതിനുശേഷം എല്ലാവരും അവിടെ കൂടി നിൽക്കുവാണ്. കൂടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഹാപ്പി നൂലുകെട്ട് കൺമണി മോളെ എന്ന് പറഞ്ഞിട്ട് ആ നൂല് ഇങ്ങനെ കേക്ക് ഇങ്ങനെ മുറിക്കുക കേട്ടോ. മുറിച്ചതിന് ശേഷം നമ്മുടെ ആ സമയത്ത് കിരണും കല്യാണിയും കല്ലുമോനും അതുപോലെ തന്നെ സേനനും ബൈജും പാറുക്കുട്ടിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരും കേക്ക് മുറിക്കുന്ന സമയത്താണ് ഇവരും കേക്ക് മുറിക്കുന്നത്. അങ്ങനെ നമ്മുടെ സരിയു കേക്ക് മുറിച്ചിട്ട് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി നൂലുകെട്ട് മോളു എന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ വായ വെക്കാൻ പോകുമ്പോൾ രൂപ പറയുന്നുണ്ട്, മോളെ എന്ത് കാണിക്കണത്, കുഞ്ഞിന്റെ കേക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ വെറുതെ കാണിച്ചതാ, കുഞ്ഞിന്റെ അമ്മൂമ്മക്കും അപ്പൂപ്പനും കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് ഷാരിക്കും രാഹുലിനും കേക്ക് കൊടുക്കുവാണ്. ശേഷം മനുവിനും കൊടുക്കുന്നുണ്ട്, മനു കേക്ക് എടുത്തിട്ട് സരിയുവിനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സേനൻ പറയുന്നുണ്ട്, കണ്ടില്ലേ നിന്റെ അമ്മ കിരണേ, നിന്റെ അമ്മ അവളുള്ളതിന്റെ അഹങ്കാരം ആ സരിയു തീർക്കണത്, അത് മാത്രമല്ല അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ കൂടെ തന്നെ ഉണ്ടല്ലോ മനു, അവനും കൂടി ഉള്ളതിന്റെ അഹങ്കാരമാണ് പറയാണ്. അഹങ്കരിക്കട്ടെ, എത്ര നാളെ ഇവളൊക്കെ അഹങ്കരിക്കും എന്ന് ചന്ദ്രസേന ഇങ്ങനെ പറയാണ്. അങ്ങനെ കല്ലുമോന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ്. ഭയങ്കര ആഘോഷത്തോടു കൂടി കൈയൊക്കെ അടിക്കേണ്ട പാറക്കുട്ടിയും ബൈജുവും കൂടിയിട്ട് അതെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ രാഹുലും അതുപോലെ തന്നെ ഷാരിയും കൂടി. ബാക്കിയെല്ലാവരും അകത്തേക്ക് കയറി പോയി കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഷാരി പറയേണ്ടത്, കണ്ടില്ല അവിടുത്തെ ആഘോഷം, അവരും ആത്മാർത്ഥമായിട്ടാണ് സന്തോഷിക്കുന്നത്, പക്ഷെ നമ്മളോ സന്തോഷം കാണിക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കാരണം നിങ്ങളാ ബകാസുര നിങ്ങളാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രസേനൻ പറയണ്ട, ആഹാ കിളവനും കിളവിയും തമ്മിൽ വഴക്കാണല്ലോ എന്ന് പറയാണ്. ചത്ത പോലെ രണ്ടും നിൽക്കണത് എന്ന് പറയുമ്പോൾ, സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇപ്പൊ സത്യമറിയാത്തത് അവള് മാത്രം സരയു എന്ന് ഇങ്ങനെ പറയണം. അതിനുശേഷം രൂപ പറയുന്നുണ്ട്, മോളെ എനിക്കൊന്ന് അപ്പുറം വരെ പോകണം, അവിടെ പോയില്ലെങ്കിൽ അവർക്ക് സംശയമോ, എന്തായാലും ഊണൊക്കെ കഴിഞ്ഞിട്ട് ആന്റി പോയാൽ മതി എന്ന് സരയു പറയണം. ആയിക്കോട്ടെ എന്ന് രൂപയും പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കണം നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശൻ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് അടുത്തിരിക്കുകയാണ്. കൂടെ വിക്രമുണ്ട്. അമ്മൂമ്മ ഒരു കുറച്ച് മുളകൊക്കെ ആയിട്ട് വരുവാണ്. എൻ്റെ പ്രകാശിനെയും വിക്രത്തിനെ നന്നായിട്ട് ഒഴിഞ്ഞിടുന്നുണ്ട്. എല്ലാ ബാധ്യതയും കണ്ണുവെപ്പും എല്ലാം ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കാർത്തിക വരുന്നുണ്ട്. കാർത്തിക വരുമ്പോഴേക്കും കാർത്തികനെ എങ്ങനെ ഒഴിഞ്ഞിടാം, മോളെയും കൂടി ഇങ്ങനെ ഒഴിഞ്ഞിടാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികനെയും കൂടി ഒഴിഞ്ഞിടുവാണ് അമ്മൂമ്മ. അതിനുശേഷം അടുക്കളയിൽ പോവാണ്. ഞാനിതൊന്ന് കത്തി പറപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോകാട്ടോ. ശേഷം കാർത്തിക ചോദിക്കേണ്ട, എല്ലാ അച്ഛ ഇന്നലെ രാത്രി ശരിക്കും എന്താ സംഭവിച്ചത്, അച്ഛൻ എന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, മോളെ അങ്ങനെ പേടിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ ആ ലക്ഷ്മിയെ കണ്ടു, ആ ലക്ഷ്മി ഇപ്പോഴും ജീവനോടുണ്ടല്ലോ, മരിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ അവരെ കണ്ട അച്ഛൻ എന്തിന് ഇത്ര പേടിക്കണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതോ അവര് മരിച്ചു വെച്ചോ? ഇല്ലില്ല, അവര് മരിച്ചിട്ടൊന്നുമില്ല മോളെ, അവരെ മാറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അവരെ കൊന്നിട്ടൊന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് കാർത്തിക് ഇങ്ങനെ പറയുവാട്ടോ.
എന്തായാലും അടുത്ത കോടതി കൂടുമ്പോൾ ആ ലക്ഷ്മി എന്ന് പറഞ്ഞവർ വരാൻ പാടില്ല. അമ്മേനെ അച്ഛൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. നിങ്ങൾ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. എല്ലാരെയും കാണിക്കണം സന്തോഷിക്കണത്. ആ കിരണും കല്യാണിയൊക്കെ അടിച്ചു പൊളിക്കുക. അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ആ അതായത് കല്യാണിന്റെ സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ കല്ലുമോന്റെ ബർത്ത്ഡേയുടെ ആ സ്റ്റാറ്റസ് ആണ് ഇട്ടിരിക്കുന്നത്. പ്രകാശൻ പറയണ്ട, അവര് സന്തോഷിക്കട്ടെ മോളെ, ഇനി അടുത്ത സന്തോഷിക്കാനുള്ള അവസരം നമുക്കാണ്. എന്റെ മോളുടെ അമ്മയുടെ കല്യാണം കഴിയുമ്പോൾ അതിന്റെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. ഇതുപോലെ ആക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പ്രകാശൻ പറയണം. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയണ്ട, അച്ഛന്റെ കല്യാണം മാത്രമല്ല വിക്രത്തിന് നല്ലൊരു പെൺകുട്ടിനെ നോക്കിയിട്ട് കല്യാണം നടത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ വിക്രം ഒന്ന് നാണിച്ച് തല താഴ്ത്തുവാട്ടോ. അമ്മൂമ്മ വരുന്നുണ്ട്. അതെന്താ മോളെ, വിക്രത്തിനെ മാത്രം, മോൾക്കും കല്യാണ പ്രായമൊക്കെ ആയി, നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് മോളുടെ വിവാഹം നടത്തണം എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട്, അതെ അത് ശരിയാ, അതെന്തായാലും ഞാനും മഹാലക്ഷ്മിയുടെ ആലോചിച്ചിട്ട് മോളുടെ കല്യാണം നടത്തുന്നുണ്ട്. ശരി, അതൊക്കെ ഞാൻ അച്ഛനും അമ്മക്കും വിട്ടു തന്നിരിക്കുന്നു എന്ന് കാർത്തിക പറയാണ്. ശേഷം അകത്തേക്ക് കയറി പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്ന പ്രകാശൻ രാജപ്പനെ കാണാൻ പോയിരിക്കുകയാണ്. രാജപ്പനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രാജപ്പൻ പൊട്ടിച്ചിരിക്കുകയാണ്. എന്റെ പ്രകാശ, അവള് മരിച്ചു മണ്ണടിഞ്ഞു, ഇനി അവളെ കുറിച്ച് ആലോചിച്ച് എന്തിനാ പ്രകാശം ഇങ്ങനെ മണ്ടനാവണത്? നീ ഇത്രയും പേടിച്ച് ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികക്കും കാർത്തികയുടെ അമ്മയുടെ നിന്നോടുള്ള ആ ഒരു മതിപ്പ് പോവോടാ. എടാ ലക്ഷ്മി ഇനി വരില്ല, നീ കാർത്തികയുടെ അമ്മനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ലക്ഷപ്രഭു കോടിപ്രഭുവായിട്ട് ജീവിക്കടാ എന്ന് പറയാണ്. എന്റെ അണ്ണ, ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വെറുതെ ചിരിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ കണ്ടത് അവളെ തന്നെയാ. എനിക്ക് ആകെ ഒരു ഡൗട്ട്, അവള് മരിച്ചിട്ടാണോ വന്നത് അത് മരിക്കാതെയാണോ വന്നതൊരു ഡൗട്ട് എന്ന് പറയാണ്. എടാ അവള് മരിച്ചു മണ്ണടിഞ്ഞു, അവള് മൂക്കി രണ്ട് പഞ്ഞി ഉണ്ടായിരുന്നു, വെള്ള സാരിയെ കൊടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ആയിരിക്കും അല്ലേടാ പ്രകാശ. അണ്ണ നിങ്ങൾ വെറുതെ കളിയാക്കല്ലേ, ഞാൻ കാര്യത്തിലാ പറഞ്ഞത്. എടാ പ്രകാശ അത് വിട്ടുകള, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനി എങ്ങനെ ലക്ഷ്മി കോടതിയിൽ പ്രേതമായിട്ട് വരുവോടാ. അണ്ണ ഞാൻ പറഞ്ഞു നിങ്ങൾ കളിയാക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും എടാ നീ അതൊക്കെ വിട്ടുകള, നീ എത്രയും പെട്ടെന്ന് ആ ലക്ഷ്മിനെ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ, കോടീശ്വരനായിട്ട് ജീവിക്കടാ. അത് തന്നെയാ എന്റെ ലക്ഷ്യം, ഒന്നീ പിഴച്ച മൂന്നെന്നല്ലേ എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറയാട്ടോ. പിന്നീട് കാണിക്കുന്ന ഷാരിനെയും രാഹുലിനെയാണ്. രണ്ടേരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഷാരി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാട്ടോ. രാഹുൽ എഴുന്നേക്കുന്നുണ്ട്. ഷാരി നീ കരയുവാണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ഉറക്കം വരാനാ, സമാധാനം എല്ലാം പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കരയുവാണ്. എല്ലാത്തിനും കാരണം നിങ്ങളാണ്, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും, കാരണം നിങ്ങൾ മുമ്പോട്ട് ചതിച്ചും വഞ്ചിച്ചും ജീവിച്ചിട്ട് വരെയല്ലേ. നിങ്ങളുടെ കൂടി ഞാൻ ഒരുപാട് ചതി ചെയ്തു, ഒരുപാട് പേരെ ദ്രോഹിച്ചു, കിരണിനെയും കല്യാണിനെയും സന്ദ്രസേനെയും രൂപേനെയൊക്കെ. അതിന്റെ പ്രതിഫലം ദൈവം എനിക്ക് തന്നത്. പക്ഷെ എന്റെ മോളല്ലാതെ ആക്കണ്ടെന്ന് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. എന്റെ ഷാരി, നടന്നത് നടന്നു, നീ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, നമുക്ക് ഇതിനടുത്ത് എന്ത് ചെയ്യാന്ന് ആലോചിക്കുക. ആ കുഞ്ഞ്, ആ മനോഹരനെ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നില്ലെങ്കിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ചവിട്ടി കൂട്ടി അവനെ കൊല്ലു. പക്ഷെ നമ്മുടെ മോളുടെ ജീവിതം ഇനിയും ബാക്കിയാണ്. പക്ഷെ അതിൽ ആ കുഞ്ഞ് ഒരു കരടാണ്, അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയണത് എന്ന് ഷാരി ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒഴിവാക്കണം. ഇനി അതിന്റെ കൂടി കുറവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ ഷാരി, ഞാൻ ഉദ്ദേശിച്ചത് എവിടെയെങ്കിലും കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കണോന്നാണ്. മുമ്പ് താരയുടെ കുഞ്ഞെടുത്ത് എന്റെ അടുത്ത് വെച്ച പോലെ വേറെ ആരെങ്കിലും കൊണ്ട് കൊടുക്കാനായിരിക്കും. ഷാരി പഴയ കാര്യങ്ങളൊന്നും ഇനി പറയല്ലേ, ഇനി വരാൻ പോകുന്ന കാര്യം നോക്ക്. ആ മനോഹരനെ പോലത്തെ ഒരാളുടെ കുഞ്ഞിനെ വളർത്തി ജീവിതം കഴിക്കേണ്ടവളാണോ നമ്മുടെ മോള്. ആ കുഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സരുവിന് വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറയാണ്. ശരിയാ, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷെ ഇനി ഞാൻ നിങ്ങളുടെ പൊട്ടത്തരത്തിനൊന്നും കൂട്ടു നിൽക്കില്ല. ഷാരി, ഇതും കൂടി നീ കൂട്ടു നിന്നേ പറ്റൂ. നമ്മൾ രണ്ടും കൂടി ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ഒഴിവാക്കി സരുവിനെ വേറൊരാളെ കൊണ്ട് കെട്ടിച്ചേ പറ്റൂ എന്ന് പറയാണ്. ശരി, അവസാനമായിട്ട് ഞാൻ ഇതിനെ കൂടി നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിന് കാരണം എന്താണെന്നറിയാവോ, ആ മനോഹരന്റെ കുഞ്ഞിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, അതന്നെയാ കാര്യം. മനോഹരനെ അവന്റെ കുഞ്ഞിനെ ഒന്നും എനിക്കിനി കാണണ്ട എന്നിങ്ങനെ പറയണം. അതെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാരി, നമുക്ക് രണ്ടിനും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കണം, ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.